ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു പടവലങ്ങ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല, നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. വെറും 5 മിനിറ്റേ വേണ്ടൂ നമുക്ക് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ പടവലങ്ങയാണ്, അധികം വലിപ്പമൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് ആ പടവലങ്ങയുടെ പുറത്ത് കാണുന്ന ആ ഒരു വൈറ്റ് കളർ ഭാഗം ചുരണ്ടിക്കളയാം. അപ്പോൾ ഇത് നമ്മൾ ആ വൈറ്റ് കളർ ഭാഗം ഏകദേശം മുഴുവനായും ചുരണ്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഇതുപോലെ നടുകെ കീറി ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത പടവലങ്ങ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു സൈസിലാകുമ്പോൾ കാണാനും ഭംഗിയുണ്ടാകും, നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് പടവലങ്ങ മുഴുവനും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ പടവലങ്ങ മുഴുവനായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ മസാലയൊക്കെ ഒന്നുകൂടി നന്നായിട്ട് ആ പടവലങ്ങയ്ക്ക് ഒന്ന് കോട്ട് ചെയ്ത് നിൽക്കും. നിങ്ങൾ കൂടുതൽ പടവലങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്ന പൊടികളുടെയും വെള്ളത്തിൻ്റെയും അളവിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഇതാ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മസാലയ്ക്ക് പുരട്ടി വെച്ചിരിക്കുന്ന പടവലങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തും ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വേർപെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് വീതിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ 2 ഭാഗവും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പടവലങ്ങ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. പടവലങ്ങ മുഴുവനായും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ സെയിം എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം പടവലങ്ങ അധികം എണ്ണയൊന്നും വലിച്ചെടുത്തിട്ടില്ല. നമ്മൾ എടുത്ത എണ്ണ ഏകദേശം അതുപോലെ തന്നെ ബാക്കിയുണ്ട്. ഇതുപോലെ അവസാനം പച്ചമുളകും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ കുറച്ച് പോകും. ഇതുപോലൊരു ഫ്രൈ ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും ചോറ് കഴിക്കാൻ മടി കാണിക്കില്ല, ഇഷ്ടത്തോടു കൂടി കഴിക്കും. അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.